ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എടുത്തു പറയാനായിട്ട് നമ്മൾ മാനേജർ റിവ്യൂ ആണ് ചെയ്യുന്നത്. മാനേജർ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഗ്യാസ്പെറീനിയുടെ ടാറ്റിക്സ് ലോങ് ബോളും ക്വിക്ക് കൗണ്ടറുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടാറ്റിക്സ് ഉള്ള ഒരു മാനേജേഴ്സ് ചുരുക്കമാണ്, അതും ഇത്രയും ഇത് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള. പോരാത്തതിന് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് ബൂസ്റ്ററായിട്ട് വന്നേക്കുന്നത്. സോ നമുക്ക് അപ്പോഴേ ചിന്തിക്കാം ഏകദേശം ഡിഫെൻസീവ് ഒരു ഫിസിക്കൽ ആ ഒരു ടച്ചുള്ള ഒരു പ്ലേ ആയിരിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്കോഡൊക്കെ നമ്മൾ മാനേജറിനെ ചേഞ്ച് ചെയ്തു. അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒരുപാട് മാനേജേഴ്സ് ഉണ്ടെങ്കിലും ഗ്യാസ്പെറീനിനെ എടുത്ത് നമുക്ക് ഒരു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് കൂടുതലും ഞാൻ ലോങ് ബോൾ കൗണ്ടറാണ് കളിക്കുന്നത്, ഇടയ്ക്ക് ക്വിക്ക് കൗണ്ടറും കളിക്കും. സോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കളിക്കാമല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചെടുത്തത്. സാധാരണ ഒരു കളിയിൽ തന്നെ അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ നമുക്ക് ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഓക്കെ, അറ്റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, പ്ലേയേഴ്സ് എങ്ങനെയായാലും അറ്റാക്ക് ചെയ്ത് ആ ഒരു ഫിസിക്കലൊക്കെ വെച്ച് തന്നെയാണ് കൂടുതലും പന്തെടുത്ത് സ്കോർ ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും അറ്റാക്കിങ്ങിൽ ഒരു രക്ഷയില്ല. ഞാൻ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്ത് ഡിഫൻസിൻ്റെ കയ്യിൽ നിന്ന് പന്ത് എടുത്ത് അറ്റാക്കിലോട്ട് അതിനൊക്കെ റണ്ണൊക്കെ നല്ല സ്മൂത്ത് റണ്ണാണ്, നല്ല ഓടി കയറുന്നുണ്ട്. എല്ലാ വിങ്ങിലൂടെയും സെൻറ്ററിലൂടെയും എല്ലാം പ്ലേയേഴ്സ് അറ്റാക്കിങ്ങിന് നല്ല ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഡിഫൻസ് നോക്കിയാലും അത്യാവശ്യം എങ്ങനെയായാലും എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലൈൻ ഡിഫൻസ് ആയിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ പ്ലേയേഴ്സൊക്കെ കൂടുതലും നമ്മുടെ സെൻട്രൽ ലൈൻ്റെ ആ ഒരു ഏരിയയിലാണ് കൂടുതലും നിൽക്കുന്നത്. ക്വിക്ക് ബോൾ കളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ച് ചിലപ്പം ക്വിക്ക് ബോൾ കളിക്കുന്നതുകൊണ്ടായിരിക്കാം. ലോങ് ബോൾ ഇട്ട് നോക്കിയപ്പോൾ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല, ഹൈലൈൻ ഡിഫൻസ് തന്നെയാണ് കൂടുതലും ചെയ്യാറ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അറ്റാക്കിങ്ങിൽ നല്ല കോൺസെൻട്രേറ്റ് ചെയ്താണ് കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം. എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക, ഡിഫൻസിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് അറ്റാക്ക് തന്നെയാണ്. പിന്നെ കുഴപ്പമില്ല, പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആ ഒരു ബൂസ്റ്റർ എന്തായാലും അത് ആ ഒരു രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് കാണാം, കണ്ടില്ലേ, ഇതാ ഓഫ് സൈഡ് ട്രാപ്പ് കണ്ടില്ലേ, നല്ല 2-3 ഓഫ് സൈഡ് ട്രാപ്പ്. ഞാൻ ഓഫ് സൈഡ് ട്രാപ്പ് ഓഫ് ചെയ്താണ് ഇട്ടേക്കുന്നത്, എങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഓഫ് സൈഡ് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള പ്ലേ ആണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനേജിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളെ ബേസിക്കായിട്ട് പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാനേജർ തന്നെ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ബോളും ലോങ് ബോളുമായിട്ട് നമുക്ക് എല്ലാ പ്ലേയേഴ്സും എപ്പോഴും കളിക്കുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. അപ്പോൾ അത് ഒരു കളിയിൽ തന്നെ കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ബെറ്റർ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ എല്ലാവരും ഒരു 500 കോയിൻ്റെ കേസേ ഉള്ളൂ, ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത്രയ്ക്ക് നല്ലതായിരിക്കാം. ഓക്കെ, നമുക്ക് ഒരു കളിയിൽ തന്നെ ഇതങ്ങ് ചേഞ്ച് ചെയ്ത് കളിക്കുന്നതിന് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ലൊരു മാനേജറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.